വിവാഹം കഴിച്ചവർക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഇത്രയും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഇനിയിപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടായ തന്നെ അവരെല്ലാവരും അടുത്ത ജനറേഷനെ പറ്റി ചിന്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സന്താനോത്പാദനത്തിലൂടെ പാരമ്പര്യം നിലനിർത്താനാണ് വിവാഹം കഴിക്കുന്നത് എന്നതേ ഒരു പഴഞ്ചൻ ആശയമാണ്. അങ്ങനെ നിലനിർത്തുന്നെങ്കിൽ തന്നെ അത് തന്റെ തുടർച്ച തന്നെ ആവണമെന്ന് ഉറപ്പിച്ച് എത്ര പേർക്ക് പറയാൻ പറ്റും? അപ്പോ നീ വെറുതെ തർക്കിക്കാൻ വേണ്ടി തർക്കിക്കില്ലേ? ഇനി എങ്ങനെയൊക്കെ എന്തൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും വിവാഹവും കുടുംബജീവിതവും എന്നൊക്കെ പറയുന്നത് സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് ആണ്. സോറി, സമൂഹത്തിന്റെ ബേസിക് യൂണിറ്റ് ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു പുരുഷൻ സ്ത്രീയോടൊത്തോ അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനോടൊപ്പോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സന്താനോത്പാദനത്തെക്കാൾ ആദ്യം അവർ ആഗ്രഹിക്കുന്നത് കമ്പാനിയൻഷിപ്പാ. അതിപ്പോ സ്ത്രീക്ക് പുരുഷൻ തന്നെ ഇണയായും തുണയായും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാൾക്ക് മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളി, അത് സ്ത്രീയാവാം പുരുഷനാവാം അല്ലെങ്കിൽ ഒരു ട്രാൻസ് പേഴ്സണാലിറ്റി ആവാം. അതിന് നിയമസാധ്യതയുള്ള നാടാ നമ്മുടെ. മതിയാക്കപ്പോ അങ്ങനെ ഒരുപാട് സാമൂഹ്യ ശാസ്ത്രമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇനി ഏതൊക്കെ രീതിയിൽ നിർവചിച്ചാലും ന്യായീകരിച്ചാലും അങ്ങനെ ഒരു പാർട്ട്ണർ ഒത്തുള്ള നിന്റെ ലൈഫ് സക്സസ് ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിപ്പോ ഒരു കുറവുമില്ലാതിരുന്ന ലൈഫ് പാർട്ട്ണർ ഉണ്ടായിരുന്നിട്ടും ദീപയുടെയും ഗീതാലക്ഷ്മിയുടെയും ജീവിതം ഒരു സക്സസ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റുമേ? സോറി, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല. എന്റെ താല്പര്യത്തെ ചോദ്യം ചെയ്തപ്പോ സ്വാഭാവികമായി എനിക്കത് ഡിഫെൻഡ് ചെയ്യണമല്ലോ. മതി, രണ്ടുപേരും നിർത്തുന്നുണ്ടോ? ആക്രമിക്കാനും പ്രതിരോധിക്കാനും ഇത് കോടതി മുറിയൊന്നുമല്ല, വീടാണ്. അത് ഓർമ്മ വേണം രണ്ടുപേർക്കും. ആതിര എനിക്കിഷ്ടമാണ്. എന്തെങ്കിലും ഒരു ലൈഫ് പാർട്ട്ണർ അപ്പുവിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ആതിര തന്നെയാവും. ആ ഉറപ്പ് ഞാൻ അവളുടെ സഹോദരന് കൊടുക്കും, ആരെതിർത്താലും ഇല്ലെങ്കിലും. ഹലോ, മിസ്റ്റർ നന്ദകുമാർ അല്ലേ? ഞാൻ വിജയപ്പണിക്കര, VP. മനസ്സിലായി സാർ, പറഞ്ഞോളൂ. എന്തായി രാത്രിയിൽ? എനിക്ക് മിസ്റ്റർ നന്ദനെ നേരിൽ കാണണമല്ലോ. എന്താ നന്ദൻ, നാളെ എന്തെങ്കിലും അസൗകര്യമുണ്ടോ? ഇല്ല സാർ, നാളെ രാവിലെ ആണെങ്കിൽ എനിക്ക് സൗകര്യമായിരുന്നു. ഓക്കെ, രാവിലെ തന്നെ കാണാം. മീറ്റിംഗ് എവിടെ വെച്ചാവാന്ന് ഞാൻ നാളെ രാവിലെ നന്ദനെ ടെക്സ്റ്റ് ചെയ്യാം. അതുപോലെ മതി സാർ, നാളെ കാണാം. ഓക്കെ, സീ യു ടുമാറോ. നാളെ നന്ദനോട് എന്താ VP സംസാരിക്കാൻ പോകുന്നത്? അത് നന്ദനെ കണ്ടിട്ട് തീരുമാനിച്ചാ പോരെ? പ്ലീസ് VP, തമാശ കള. ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. നാളെ അപ്പുവിന്റെ കാര്യത്തില് എന്ത് മറുപടിയാ VP നന്ദനോട് പറയാൻ പോകുന്നത്? ഇപ്പൊ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. നാളെ നന്ദനെ കാണുന്നതിന് മുമ്പ് എനിക്ക് അയാളോട് പറയാൻ കൃത്യമായൊരു മറുപടി ഉണ്ടാവും, അതുറപ്പാ. സാർ, എന്നോടെന്തോ സീരിയസ് ആയി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാൻ വന്നത്. പക്ഷേ ഇത്ര നേരമായിട്ടും എന്തിനാണ് കാണുമെന്ന് മാത്രം സാർ പറഞ്ഞില്ല. സാറെന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. സോറി നന്ദൻ,
നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാനായിട്ട് പാഴാക്കുന്നില്ല. നന്ദനോട് എങ്ങനെയാണ് ഈ വിഷയം സംസാരിച്ചു തുടങ്ങേണ്ടതെന്ന് ആലോചിക്കായിരുന്നു. നമുക്ക് സംസാരിക്കാൻ ഒരു മുഖവരയുടെ ആവശ്യമില്ലല്ലോ സാർ. സാറിന് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അപ്പുവിനെക്കുറിച്ചും ആതിരയെക്കുറിച്ചുമാണ് സാറിന് സംസാരിക്കാനുള്ളതെന്ന് തോന്നുന്നു. തീർച്ചയായും അതേക്കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നന്ദൻ, അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്? ഷുവർ സാർ, സാറിന് എന്തും എന്നോട് ചോദിക്കാം. നന്ദൻ്റെ ബ്രദർ, ഐ മീൻ ഇപ്പോഴുള്ള സിസ്റ്റർ, ഒരു ട്രാൻസ് പേഴ്സണാലിറ്റി ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം നന്ദൻ എന്താ തോന്നിയത്? ഈ ചോദ്യമായിരുന്നോ സാറിന് എത്ര അലട്ടിയത്? ആകാശിൻ്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് മറ്റെല്ലാവരെയും പോലെ എനിക്കും അതിനോട് പൊരുത്തപ്പെടാനായില്ല. കുറച്ച് ദിവസത്തേക്ക് ഞാനും ആകെ ഷോക്ക്ഡായിരുന്നു. അച്ഛനും അമ്മയും ഈ വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ അവനിലൊരു പെൺകുട്ടിയുടെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. ആരും അറിയാതെ അവനെ തിരുത്താമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അതിന് ശ്രമിച്ചപ്പോഴൊക്കെ എൻ്റെ അനിയൻ വല്ലാതെ സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ പൊട്ടിത്തെറിയാണ് ആ വീട്ടിൽ സംഭവിച്ചത്. ഒരച്ഛന് എത്ര ക്രൂരമായി സ്വന്തം കുഞ്ഞിനെ മർദ്ദിക്കാമോ അത്രയും ക്രൂരമായിരുന്നു അവന് നേരെയുള്ള പീഡനങ്ങൾ. അച്ഛൻ ഉപദ്രവിക്കുന്നത് സ്വന്തം കുഞ്ഞിനെയാണെന്ന് കണ്ടിട്ടും അമ്മയ്ക്ക് മനസ്സുകൊണ്ട് അച്ഛനൊപ്പം നിൽക്കേണ്ടി വന്നു. കാരണം സ്വന്തം മോനൊരു പെണ്ണായി മാറുന്നത് ആ അമ്മയ്ക്ക് സഹിക്കുമായിരുന്നില്ല. പക്ഷെ എത്രമാത്രം ഉപദ്രവം ഏറ്റുവാങ്ങിയിട്ടും ആകാശിൻ്റെ മനസ്സിന് തിരിച്ചൊരു ആൺകുട്ടിയിലേക്ക് മടങ്ങിപ്പോരാൻ പറ്റുമായിരുന്നില്ല. അവൻ അത്രമേൽ തൻ്റെ ഉള്ളിലെ സ്ത്രീ സ്വത്വത്തെ ആഗ്രഹിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. പിന്നീട് അവൻ്റെ മനസ്സിനൊപ്പം സഞ്ചരിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അവൻ്റെ ഉള്ളിലെ സ്ത്രീ സ്വത്വമാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ അനിയനൊപ്പം സഞ്ചരിച്ചു. അന്നു മുതൽ അവളെ ഒരു അനിയത്തിയായി കാണാൻ ഞാൻ എൻ്റെ മനസ്സിനെയും ബോധ്യത്തെയും സ്വയം പരിശീലിപ്പിച്ചു. എൻ്റെ കൂടപ്പറപ്പിന് അത് എത്രമാത്രം ആശ്വാസകരമായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്നുണ്ട് സാർ. അച്ഛൻ്റെയും അമ്മയുടെയും അമ്മാവൻ്റെയും ഒക്കെ ശകാരങ്ങളും പീഡനങ്ങളും തുടർക്കഥയായ എത്രയോ രാത്രികളിൽ എൻ്റെ അനിയൻ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അവൻ എനിക്ക് അനിയനായിരുന്നില്ല സാർ, അനിയത്തിയായിരുന്നു. പറഞ്ഞല്ലോ, അനിയത്തിയായി അവളെ എൻ്റെ ബോധ്യത്തിലെടുത്ത ആ നിമിഷം മുതൽ അവളുടെ മുഖത്തെ സന്തോഷം ഞാൻ കണ്ടു. എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും നേരിടാമെന്നുള്ള ആത്മവിശ്വാസം ഞാൻ കണ്ടു. ഒരു പെണ്ണായി ജീവിക്കാനുള്ള കൊതി ഞാൻ അറിഞ്ഞു. പിന്നീട് അവളെയും കൊണ്ട് ഞാൻ അവിടുന്ന് പോരുമായിരുന്നു. ഇപ്പോൾ ആ ഭൂതകാലം എന്നിലോ അവളിലോ ഇല്ല സർ. അമ്മ പ്രസവിച്ചത് ഒരു അനിയത്തിയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോഴും ഇഷ്ടം. അവൾക്കോ അതെ. ഐ എം സോറി നന്ദൻ, ഞാൻ നന്ദനെ വല്ലാതെ വേദനിപ്പിച്ചെന്ന് തോന്നുന്നു. ഇല്ല സർ, എനിക്കിതൊരു വേദനയായി തോന്നുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം ആതിര പൂർണ്ണമായി ഒരു സ്ത്രീയായി മാറിയ ശേഷമാണ് അവളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. എന്നെങ്കിലും അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടായിട്ട് മാത്രമേ എനിക്കൊരു ജീവിതം ഉണ്ടാകാവൂ എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചിരുന്നു. എൻ്റെ ആ ആഗ്രഹം എന്തെങ്കിലും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിത അവസാനം വരെ അവൾക്കൊപ്പം അവളുടെ ഏട്ടനായി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ആതിരെ എങ്ങനെയാ അപ്പൂനെ? യു ആർ മിസ്റ്റേക്കൺ സർ. ആതിര ഒരിക്കലും അപ്പുവിനെ കണ്ടെത്തുകയായിരുന്നില്ല. അപ്പുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേർക്കും കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞ് അംബിസാറാണ് എന്നെ ആദ്യം സമീപിച്ചത്. അവിടെ വന്ന് അപ്പുവിനെ കാണുമ്പോഴോ നിങ്ങളോട് സംസാരിക്കുമ്പോഴോ ഒന്നും എൻ്റെ മനസ്സിൽ ഭാവിയിൽ ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന ചിന്ത പോലും ഇല്ലായിരുന്നു സർ. പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ ഞാനെന്താ പറയുക? ആരെയാണ് ആദ്യം കണ്ടെത്തിയതെന്നത് ഒരു കഥയാണ് സാർ. കാലം ഒരു നിയോഗം പോലെ കരുതി വച്ചിരുന്നൊരു കഥ.
ഇപ്പൊ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വി പി നന്ദനുമായി കാണുക എന്നുള്ളത് എപ്പോഴായാലും നടക്കാനുള്ള കാര്യം തന്നെയല്ലേ. അവിടെ വി പി എന്താണ് പറയാൻ പോകുന്നതെന്നാ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്. അതെ അമ്പിമാമ, ഞാനും അതേപറ്റി തന്നെ ആലോചിക്കുന്നത്. എത്ര ചോദിച്ചിട്ടും എന്താ മനസ്സിലെന്ന് വി പി ഇപ്പോഴും വിട്ട് പറയുന്നതുമില്ല. നന്ദനോടി അലയൻസിന് നോ എന്നാണ് വി പി പറയുന്നതെങ്കിൽ ആകെ പ്രശ്നമാവും. നീ ഇത് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലേ. നന്ദന്റെ അടുത്തേക്ക് ഒരിക്കലും വി പിയെ തനിച്ച് വിടരുതായിരുന്നു. ഒപ്പം വരാന്ന് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞതാ. പക്ഷെ തനിച്ച് കണ്ടോളാൻ നിർബന്ധം പറഞ്ഞാ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? നീ നന്ദനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ, നന്ദൻ വി പിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വി പിക്ക് ഇതിനോടുള്ള താല്പര്യക്കുറവിനെ കുറിച്ച് ഞാൻ നന്ദനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി. അത്ര രസകരമായിരിക്കില്ല മീറ്റിംഗ് എന്നുള്ള കാര്യത്തില് നന്ദനും ഒന്ന് പ്രിപ്പയർഡ് ആയിരുന്നോട്ടെ. അല്ല, അപ്പുവിന്റെ സ്റ്റാൻഡ് എന്താ? എന്ത് വന്നാലും ഈ അലയൻസിൽ നിന്ന് പിന്മാറില്ലെന്നാ അപ്പു പറയുന്നത്. അതങ്ങനെ തന്നെ വേണമല്ലോ. അതല്ലാതെ അപ്പുവിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല താനും. അല്ല, വി പിയെ പോലുള്ള ഒരാള് സാഹചര്യം മനസ്സിലാക്കി പെരുമാറാത്തത് എന്തെന്നാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പുവിന് ഇനി എങ്ങനെയുള്ള ബന്ധമാ വി പി ഉദ്ദേശിക്കുന്നത്? നോർമലായ ഒരു പെൺകുട്ടി അപ്പുവിന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് വി പി വിചാരിക്കുന്നുണ്ടോ? സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു അലയൻസ് വരിക എന്നത് അപ്പുവിന്റെ ഭാഗ്യമായിട്ടല്ലേ അയാൾ കാണേണ്ടത്? ഇതൊക്കെ എന്നെ കൊണ്ടാവും വിധം ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയതാ അമ്പിമാമ. ഞാൻ മാത്രമല്ല, അപ്പുവും. പക്ഷെ അതൊന്നും വി പി ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അപ്പുവിന്റെ കാര്യമേ വളരെ പാടുപെട്ട ഡൈജസ്റ്റ് ചെയ്തത്. ഇനി അതിന്റെ കൂടെ മറ്റൊരാളെ കൂടെ ഫാമിലിയിൽ ചേർക്കാൻ പറ്റുന്ന നിലപാടിലാണ് വി പി ഇപ്പോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പുവിന് അതിൽ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ വി പിക്ക് എന്താ പ്രശ്നം? അല്ല, ഇതൊന്നും നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അയാള് തന്നെയല്ലേ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത്. വി പി ആകെ കടുത്ത നിരാശയിലാണ് അമ്പിമാമ. മനസ്സിലായി. ആ ദത്തെടുക്കൽ നടന്നില്ലല്ലോ. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അയാൾ ഉണ്ടാവും. അത് നടക്കില്ലെന്ന് അന്നേ എനിക്കറിയാമായിരുന്നു. പക്ഷേ അന്ന് ഞാനത് വി പിയോട് പറഞ്ഞ അയാൾക്ക് പിന്നെ അതൊരു വാശിയാവും. അതുകൊണ്ടാ അത് അയാളുടെ ഇഷ്ടത്തിന് ഞാൻ അങ്ങ് വിട്ടുകൊടുത്തത്. പക്ഷേ ഈ കാര്യം അതുപോലെ അല്ല ഗീത. ഇവിടെ വി പി പ്രാക്ടിക്കലായി ചിന്തിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ഇനിയും വഷളായെന്നിരിക്കും. അതും എനിക്കറിയാം. വി പി ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ അപ്പൂടെ കലാപം ഉണ്ടാക്കുന്ന കാര്യം ഉറപ്പാ. അതിനെക്കുറിച്ച് ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തു. വരട്ടെ, വി പി നന്ദനോട് എന്താ പറയുന്നതെന്ന് അറിയട്ടെ. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. നീ സമാധാനപ്പെടുക ഗീത. എന്തായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ല, അപ്പു എവിടെ പോയി? അപ്പു രാവിലെ പുറത്തേക്ക് പോയി. ഓ, ഇനി നന്ദനുമായി വി പി സംസാരിക്കുന്നിടത്തെങ്ങാനും? ഇല്ല, അപ്പു മറ്റെങ്ങ പോയതാ. എന്തായാലും വരട്ടെ. മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ നന്ദൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഉവ്വ്, വിളിക്കാന്ന് പറഞ്ഞു. ആ, എന്നാ പിന്നെ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അന്ന് സാറിനെതിരെ മൊഴി കൊടുക്കാൻ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നല്ല പ്രഷറുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് സ്വന്തം അച്ഛന് വേണ്ടി അപ്പു കോടതിയിൽ സാറിന് അനുകൂലമായി മൊഴി നൽകി. അപ്പു എന്ന പെൺകുട്ടിയോട് ചെയ്ത ദ്രോഹങ്ങൾ വെച്ച് നോക്കുമ്പോൾ അപ്പുവിന് സാറിനോട് വേണമെങ്കിൽ സുന്ദരമായി പകവീട്ടാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അപ്പു സ്വന്തം അച്ഛനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അച്ഛന് വേണ്ടി കോടതിയിൽ സ്വയം തോൽവി ഏറ്റുവാങ്ങിയൊരു മകൾ, ആ മകളുടെ ഉള്ളിലുള്ള ഒരു മകൻ ജീവിതത്തിൽ പക്ഷേ ഭയങ്കരമായി തോറ്റു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ഞാൻ കണ്ടത്. ജീവിതം പൊരുതി നേടാനുള്ളതാണെന്നും ആഗ്രഹിക്കുന്ന സ്വത്വത്തിൽ ജീവിക്കണമെന്നും അപ്പുവിനെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതായി ഉണ്ടായിരുന്നു. അവനെപ്പോലെ സ്വന്തം സ്വത്വത്തിന് വേണ്ടി ഒരുപാട് പീഡനങ്ങൾ സഹിച്ച ഒരാളുടെ ജീവിത വിജയം
അപ്പുവിനെ നേരിട്ട് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അപ്പുവിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അല്ലാതെ സാറ് കരുതും പോലെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ട് അപ്പുവിനെ ഞാനും എൻ്റെ സഹോദരിയും വലവീശി പിടിക്കായിരുന്നില്ല സാർ. ആതിരയിൽ അപ്പു കണ്ടത് സ്വന്തം പ്രതിരൂപത്തെ തന്നെയായിരുന്നു. അപ്പു തന്നെയാണ് ആ സൗഹൃദം വളർത്തിയെടുത്തതും ആതിരയെ ആദ്യമായി പ്രപ്പോസ് ചെയ്തതും. പക്ഷെ സാർ, വളരെ ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ, ഈ പ്രപ്പോസൽ അപ്പുവിൻ്റെ അച്ഛനെന്ന നിലയിൽ സാറിന് താല്പര്യക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഭയവും വേണ്ട സാർ. അപ്പുവിൻ്റെ സമ്മതത്തിന് പോലും ഞാൻ കാത്തു നിൽക്കില്ല. ഈ പ്രപ്പോസലിന് പിന്മാറാൻ ഞാൻ തയ്യാറാണ്. കാരണം സാറിനെ എതിർത്ത് എൻ്റെ പെങ്ങൾക്ക് ആ വീട്ടിലൊരു നല്ല ജീവിതം കിട്ടിയില്ലെങ്കിൽ അപ്പുവിനെ ഞാൻ സംരക്ഷിക്കും. പക്ഷേ അപ്പു അത് ആഗ്രഹിക്കുന്നില്ല. അപ്പുവിൻ്റെ കുടുംബത്തിലെ ഒരാളെങ്കിലും അസംതൃപ്തിയോടെയാണ് നോക്കി കാണുന്നതെങ്കിൽ പറഞ്ഞോളൂ സാർ, എനിക്കെൻ്റെ പെങ്ങളെ അങ്ങനെ ഒരിടത്തേക്ക് അയക്കാൻ 1% പോലും താല്പര്യമില്ല. എന്ന് കരുതി അപ്പുവിനോടോ നിങ്ങൾ ആരോടും എനിക്കോ എൻ്റെ അനിയത്തിക്കോ ഒരു വിരോധം ഇല്ലതാനും. അങ്ങനൊരു ആഗ്രഹം അവളുടെ മനസ്സിൽ നിന്ന് തൂത്തുകളയാൻ ഈ ഏട്ടൻ പറഞ്ഞാൽ സന്തോഷത്തോടെ എൻ്റെ അനിയത്തി അത് ചെയ്യും. ആ ഉറപ്പ് എനിക്കുണ്ട്. ഇനി എന്ത് വേണമെന്ന് സാറിന് തീരുമാനിക്കാം. നന്ദൻ, എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ഈ ഏട്ടൻ്റെ മനസ്സ്. അതുമാത്രമല്ല, തലയെണ്ണി പരിശോധിച്ചാൽ ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഈ ബന്ധം ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അവിടെ എൻ്റെ എതിർപ്പോ സമ്മതക്കുറവോ ഒന്നും പ്രസക്തമല്ലാതാവുന്നു. സോ നന്ദൻ, ഞാൻ ഇവിടെ വച്ച് ഇപ്പം നിങ്ങളോട് പറയുന്നു, എനിക്ക് ഈ അലയൻസിന് സമ്മതമാണ്. അപ്പോൾ അതിനെ തന്നെ പാർട്ട്ണർ ആക്കിക്കോട്ടെ, എനിക്കതിൽ ഒരു എതിർപ്പുമില്ല. സാർ, ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സംശയിക്കുന്നുണ്ടാവും നന്ദൻ. സംശയം വേണ്ട നന്ദൻ. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെയാണ് മാനിക്കേണ്ടത്. അതുകൊണ്ട് ഞാനും ആ ഭൂരിപക്ഷത്തിനൊപ്പം ചേരുന്നു. ഇപ്പം നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു ഉറപ്പ് അപ്പുവിൻ്റെയും എൻ്റെയും ഭാഗത്തുനിന്നുണ്ടാവും. അത് ചടങ്ങായിട്ട് വേണമെങ്കിൽ അങ്ങനെ. തീയതിയും സമയമൊക്കെ നിങ്ങൾ തന്നെ നിശ്ചയിച്ചോളൂ. എന്തിനും എനിക്ക് സമ്മതമാണ്. സാർ, ഒറ്റ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുള്ളൂ. ആരുടെ സമ്മർദ്ദത്തിനോ നിർബന്ധത്തിനോ വഴങ്ങിയാവരുത് സാർ ഇതിന് സമ്മതിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നന്ദൻ, എനിക്കിതിന് സമ്മതം അല്ലെന്ന് പറഞ്ഞ ആ നിമിഷം നന്ദൻ ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറുന്ന എനിക്കറിയാം. ആ ഒരു ജെന്യുവിനിറ്റിയെ ഞാൻ മാനിക്കുന്നു. അപ്പു ആതിരയും തമ്മിൽ സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊക്കെ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തെ ഞാനും മാനിക്കണമല്ലോ. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെയാണ് നന്ദൻ ഞാൻ ഈ സമ്മതം അറിയിക്കുന്നത്. ഇതുമായി മുന്നോട്ട് പോയിക്കോളൂ. എന്ന് എവിടെ വെച്ച് എങ്ങനെ വേണമെന്ന് നന്ദൻ ആലോചിച്ചിട്ട് എന്നെ അറിയിക്കൂ. എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ശരി, കാണാം. ഓക്കെ സാർ. നന്ദൻ പറഞ്ഞത് കേട്ടിട്ട് വിജയ്ക്ക് എന്തു തോന്നി? അയാളുടെ സംസാരത്തിൽ സംശയിക്കത്തക്കതായി ഒന്നും തോന്നിയില്ല. അതെ, നന്ദൻ 100% ജെന്യൂനായ ഒരാളാ. നന്ദൻ മാത്രമല്ല, അയാളുടെ അനിയത്തിയും. ഡേസിക്ക് ആ കുട്ടി അറിയാമോ? എനിക്കറിയാം. 1-2 പ്രാവശ്യം ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടിയാ. വിജയ്ക്ക് തീർച്ചയായും അവളെ ഇഷ്ടപ്പെടും. എന്താ വിജയ്, എന്താ ആലോചിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയായി റിലേഷൻ ഉണ്ടെന്ന് ഡേസിക്കും അറിയായിരുന്നു അല്ലേ? അറിയായിരുന്നു. അപ്പൊ ഞാൻ മാത്രമേ ഇതൊക്കെ അറിയാതിരുന്നുള്ളൂ.